പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പഴി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ നമ്മെ സുഗന്ധമായി മാറ്റിടുമേ. പഴി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടുമേ. വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്നത് 72-ാം സങ്കീർത്തനം അതിന്റെ 17-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ച്. അവന്റെ നാമം എന്നേക്കും ഇരിക്കും, അവന്റെ നാമം സൂര്യൻ ഉള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവന്റെ പേര് ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും, സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും. യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനവാക്യമാണ്. അവന്റെ നാമം എന്നേക്കും നിൽക്കും, ഭൂമി ഉള്ളിടത്തോളം നിൽക്കും, സൂര്യൻ ഉള്ളിടത്തോളം നിൽക്കും. അവന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കും, സകലരും അവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്നും പറയും. യേശുവിൻ്റെ നാമത്തിൻ്റെ ശ്രേഷ്ഠത എത്ര ഭയങ്കരമല്ലേ! നമ്മളിപ്പോൾ പാടിയില്ലേ, പകർന്ന തൈലം. എന്ത് ദുർഗന്ധങ്ങൾ ജീവിതത്തിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ആ അന്തരീക്ഷത്തെ മുഴുവൻ മാറ്റാൻ പറ്റും. യേശുവിൻ്റെ നാമം പറയുക. നിങ്ങൾ എന്തു പറഞ്ഞാലും യേശുവിൻ്റെ നാമത്തിൽ പറയുക. സ്വർഗം ഓപ്പണാകുന്ന ഒരു നാമം ഉണ്ടെങ്കിൽ, അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു നാമം ഉണ്ടെങ്കിൽ, സകല പ്രതിസന്ധികളെയും ജയിക്കുന്ന ഒരു നാമം ഉണ്ടെങ്കിൽ ഈ നാമമുള്ളൂ. ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ, അവന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങും. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ കീഴടങ്ങാത്തൊരു ശക്തിയുമില്ല, കീഴടങ്ങാത്തൊരു രോഗമില്ല, കീഴടങ്ങാത്തൊരു പ്രതിസന്ധിയില്ല. അത്ര ബലമേറിയൊരു നാമമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്ന് ചോദിച്ചു നോക്ക്, സാഹചര്യം അങ്ങനെ തന്നെ തുടരുമോ എന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ എൻ്റെ നാമത്തെ ഒന്നും ചോദിച്ചില്ല, ചോദിക്കുകയാണെങ്കിൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് അത് നിങ്ങൾക്ക് ചെയ്തു തരും. ആമേൻ. കുടുംബത്തിനകത്തും വ്യക്തിപരമായ ജീവിതത്തിൽ എത്രയും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിനോട് മാറാൻ പറ. പഴയ നിയമത്തിൽ ദാവീദ് തന്നെ നിന്ദിച്ച ഗോലിയാത്തിന്റെ നേരെ ചെല്ലുന്നത് അവൻ പറയുന്നുണ്ട്, നിങ്ങൾ നിന്ദിച്ച അവന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. ഗോലിയാത്തിനെ തകർത്തത് ദാവീദിന്റെ കയ്യിലുള്ള കല്ലാണെന്ന് നമ്മൾ പറയുമെങ്കിലും മറ്റൊരു കാര്യം അവൻ പറഞ്ഞിട്ടുണ്ട്, നാമത്തിലാണ്. ആ യേശുവിന്റെ നാമത്തിലാണ് അവൻ അതിനെ ജയിച്ചത്. പത്രോസ് പറയുന്നൊരു വാക്കില്ലേ, വെള്ളിയും പൊന്നും എനിക്കില്ല, ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ള നിനക്ക് തരുന്നു യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ നമ്മുടെ ഒരു സ്വത്താണ് ഈ നാമം. ആമേൻ. അങ്ങനെ പറഞ്ഞാൽ ഈ സ്വത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് വാതിലും തുറക്കാം, ഏത് വ്യക്തിയെ അനുഗ്രഹിക്കാം, ഏത് ഡോറും നിങ്ങൾക്ക് തുറക്കാം, ഏത് മതിലും നിങ്ങൾക്ക് ഇടിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിൻ്റെ നാമം ഉപയോഗിക്കാൻ നിങ്ങൾ മറക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കണം, യേശുവിൻ്റെ നാമത്തിൽ അവൻ അനുഗ്രഹിക്കണം. തലമുറകളൊക്കെ ആ നാമത്തിൽ അനുഗ്രഹിക്കണം. ആമേൻ. എന്ത് കാര്യവും സക്സസ് ആകാൻ അവൻ്റെ നാമം ഉപയോഗിക്കണം. കാരണം ആ നാമം അവൻ നമുക്ക് തന്നിരിക്കുക. ഓ താങ്ക് യു ജീസസ്.
ഹല്ലേലൂയ. ഇതൊരു ചെറിയ സമയമാണെങ്കിലും വലിയ വിടുതലുകൾ നടക്കും. ആ വചനം ഒന്നോട് ശ്രദ്ധിച്ച്, അവൻ്റെ നാമം ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കണം. മക്കളെ അനുഗ്രഹിക്കണം, ദേശത്തെ അനുഗ്രഹിക്കണം, സ്തോത്രം, കുടുംബത്തെ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ മാറാൻ പറയണം, യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരാൻ പറയണം. ആമേൻ. കരയാനല്ല കർത്താവ് നിങ്ങളെ വിളിപ്പിച്ചിരിക്കുന്നത്, കൽപ്പിക്കാനാണ്. കൽപ്പിക്കാനുള്ള ശക്തി ലഭിക്കുന്നത് ഈ നാമത്താലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പ്രഭാതത്തിൽ അവൻ്റെ നാമത്തെ ഉപയോഗിച്ച് തുടങ്ങുക. ചില പ്രതിസന്ധികൾ നിന്റെ മുമ്പിലുണ്ടല്ലോ, മാറാൻ കൽപ്പിക്കുക. ചില അനർത്ഥങ്ങൾ നിന്റെ കുടുംബത്തിലുണ്ടല്ലോ, മാറാൻ കൽപ്പിക്കുക. ചില രോഗങ്ങൾ കടന്നു പോകുന്നുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ മാറാൻ കൽപ്പിക്കുക. ആ നാമത്തെ ഉപയോഗിക്കുന്ന ആരും ലജ്ജിതരാകത്തില്ല. കാരണം ആ നാമം ഏറ്റവും ഉയർന്ന നാമം. ആ നാമം ഉച്ചരിച്ചാൽ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ആ നാമം ഉപയോഗിച്ചാൽ ദൂതന്മാർക്ക് ചലിക്കാതിരിക്കാൻ കഴിയത്തില്ല. ആ നാമം ഉപയോഗിച്ചാൽ ആത്മമണ്ഡലം പ്രവർത്തിച്ചിരിക്കും. യെസ്, നമുക്കൊന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ നാമത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഞങ്ങൾക്ക് നൽകിയ ആ ബലമേറിയ നാമത്തിനായി സ്തോത്രം ചെയ്യും. ആ വിലയേറിയ നാമത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവ്, സകലതും കർത്താവെ മുഴങ്കാൽ മടക്കുന്ന ആ നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. പകർന്ന തൈലം പോലെയുള്ള ആ നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവെ ഞങ്ങൾ അന്യോന്യം അനുഗ്രഹിക്കുന്നു. യേശു, ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ദിവസത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എനിക്കിന്ന് നിങ്ങൾക്കുമായി വചനം പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര ധൈര്യമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയ മിറക്കിൾ ഡേ ആയിട്ട് ഈ ഡേ മാറും. യേശുവിൻ്റെ നാമത്തിൽ പലതും മാറുകയാണ്. സ്തോത്രം. ചില മലകൾ മാറുന്നു, ചില കാട്ടത്തികൾ പറഞ്ഞു നീങ്ങുന്നു. യെസ്, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അതെ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ വോയിസ് ഓഫ് ലവ് കേൾക്കുന്ന എല്ലാവരെയും, കുടുംബങ്ങളെയും, അഭിഷിക്തന്മാരെയും, സഹോദരിമാരെയും, സഹോദരന്മാരെയും, മാതാപിതാക്കളെയും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. God bless you. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായിരിക്കും. ശലോം.